PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ 2019 ജൂലൈ 1 PSC ബുള്ളറ്റിൻ, അതിലെ കറണ്ട് അഫേഴ്സും 2019 ജൂലൈ 15 ഒരു മാസം 2 ബുള്ളറ്റിനല്ലേ പുറത്തിറങ്ങുന്നത്. കേരള PSCയുടെ PSC ബുള്ളറ്റിൻ രണ്ടെണ്ണമാണ്, 1-ാം തീയതിയും 15-ാം തീയതിയും. അപ്പോൾ ജൂലൈ മാസത്തിലെ കറണ്ട് അഫേഴ്സ്, ജൂലൈ മാസത്തിലെ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള 2019 വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സാണ്. ഏതൊക്കെയായാലും നമ്മൾ പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ജൂൺ മാസം മുതലുള്ള കറണ്ട് അഫേഴ്സ് പഠിച്ചിരിക്കണം. എന്തായാലും 2019 ജൂൺ മാസം മുതലുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ ജൂൺ 1-15 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജൂൺ മാസത്തിൽ പുറത്തിറങ്ങിയ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ജൂലൈ 1-15 ദിവസത്തിലെ PSC ബുള്ളറ്റിനിലെ സമകാലികം അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് എടുക്കാം. തുടർച്ചയായിട്ട് ഇതുപോലെ ഓരോ മാസത്തിലും ഞാൻ ഇടുന്നതാണ് കേട്ടോ, 2020 നവംബർ വരെയുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്തേക്കണേ. ഓക്കെ, നമുക്ക് നോക്കാം. ഏത് രാജ്യമാണ് മണിപ്പൂരിൽ ഇംഫാൽ യുദ്ധത്തിൻ്റെ സ്മരണയ്ക്കായി മ്യൂസിയം നിർമ്മിച്ചത്? ജപ്പാനാണ്. ജപ്പാൻ. ഏത് രാജ്യമാണ് മണിപ്പൂരിൽ ഇംഫാൽ യുദ്ധത്തിൻ്റെ സ്മരണയ്ക്കായി മ്യൂസിയം നിർമ്മിച്ചത്? ജപ്പാൻ. ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് പങ്കജ് അദ്വാനി. ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് പങ്കജ് അദ്വാനി. 60 വർഷത്തിനിടയിൽ രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഉത്തര ആഫ്രിക്കൻ രാഷ്ട്രമാണ് മൗറീഷ്യാനിയ. 60 വർഷത്തിനിടയിൽ രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഉത്തര ആഫ്രിക്കൻ രാഷ്ട്രം മൗറീഷ്യാനിയ. മൈ ലൈഫ് മൈ മിഷൻ പഠിച്ചേക്കണേ. മൈ ലൈഫ് മൈ മിഷൻ എന്ന ആത്മകഥ ബാബ രാംദേവിൻ്റെയാണ്. മൈ മിഷൻ മൈ ലൈഫ് അല്ല, മൈ ലൈഫ് മൈ മിഷൻ ആരുടെ ആത്മകഥയാണ്? ബാബ രാംദേവ്. ബാലക്കോട്ട് വ്യോമാക്രമണത്തിന് നൽകിയ പേര്? ബാലക്കോട്ട് വ്യോമാക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ബാന്ദർ. നോട്ട് ചെയ്യണം. ബാലക്കോട്ട് വ്യോമാക്രമണത്തിന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ ബാന്ദർ. ലോക അഭയാർത്ഥി ദിനം എല്ലാവർക്കും അറിയാവുന്നതാണ്, ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം ജൂൺ 20. ഇന്ത്യൻ നേവി പേർഷ്യൻ ഗൾഫിൽ നടത്തിയ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ സങ്കൽപ്പാണ്. ഇന്ത്യൻ നേവി പേർഷ്യൻ ഗൾഫിൽ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സങ്കൽപ്പ്. രാജ്യാന്തര നിലവാരത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ ആന പുനരധിവാസ കേന്ദ്രത്തിന് മുഖ്യമന്ത്രി എവിടെയാണ് തറക്കല്ലിട്ടത്? രാജ്യാന്തര നിലവാരത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ ആന പുനരധിവാസ കേന്ദ്രത്തിന് മുഖ്യമന്ത്രി എവിടെയാണ് തറക്കല്ലിട്ടത്? കോട്ടൂര്, കാട്ടാക്കട താലൂക്കിലാണ്. കോട്ടൂര്, കാട്ടാക്കട താലൂക്കിലാണ്. ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് അർഹനായത്? ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ. 2019 ഫെമിന മിസ് ഇന്ത്യ കിരീടം ചോദിക്കാൻ സാധ്യതയുണ്ട്. 2019 ഫെമിന മിസ് ഇന്ത്യ കിരീടം നേടിയത് സുമൻ റാവു, രാജസ്ഥാൻ സ്വദേശിയാണ്. സുമൻ റാവു. 2019 ഫെമിന മിസ് ഇന്ത്യ കിരീടം സുമൻ റാവു, രാജസ്ഥാൻകാരി. 17ാം ലോക്സഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുത്തത്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഏത് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് ഓം ബിർള? കോട്ട, രാജസ്ഥാൻ. കോട്ട എന്ന സ്ഥലത്താണ്, എന്ന ലോക്സഭാ മണ്ഡലമാണ് രാജസ്ഥാനിലെ. ലോക രക്തദാന ദിനം ജൂൺ 14. അഭയാർത്ഥി ദിനം ജൂൺ 20. ലോക രക്തദാന ദിനം ജൂൺ 14. ഇന്ത്യ ആണെങ്കിൽ ഒക്ടോബർ 1 അല്ലേ. ഇന്ത്യയുടെ രക്തദാന ദിനം, ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. 2019 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം? 2019 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 141.
141. അപ്പോൾ ഓപ്പറേഷൻ ബാന്ദർ, ബാബ രാംദേവ് പഠിക്കണം. മൈ ലൈഫ് മൈ മിഷൻ, ആത്മകഥ. ഓപ്പറേഷൻ സങ്കല്പ്, ഇന്ത്യൻ നേവി പേർഷ്യൻ ഗൾഫിൽ നടത്തിയ ഓപ്പറേഷൻ. കോട്ടൂര്, അടൂർ ഗോപാലകൃഷ്ണൻ, അതൊക്കെ പഠിച്ചേക്കണേ. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ചന്ദ്രാണി മുർമു. 25 വയസ്സേ ഉള്ളൂ കേട്ടോ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ജയിച്ചതാരാണ്? ചന്ദ്രാണി മുർമു. എവിടുന്നാണ് ജയിച്ചത്? കിയോഞ്ചർ, ഒഡീഷ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. ഏത് മണ്ഡലത്തിൽ നിന്നാണ് ചന്ദ്രാണി മുർമു വിജയിച്ചത്? ഏത് മണ്ഡലത്തിൽ നിന്നാ? കിയോഞ്ചർ, ഒഡീഷ. അനുപം ഖേറിൻ്റെ ആത്മകഥ. അനുപം ഖേറിൻ്റെ ആത്മകഥ സിനിമാ നടനല്ലേ? ലൈസൻസ്, ലൈഫ് ടോട്ട് മീ അൺനോവിംഗ്ലി. ലൈസൻസ്, ലൈഫ് ടോട്ട് മീ അൺനോവിംഗ്ലി എന്നാണ്. എത്രാമത്തെ ലോക്സഭയിലേക്കാണ് 2019 തിരഞ്ഞെടുപ്പ് നടന്നത്? ഇമ്പോർട്ടൻ്റ്. 17. എത്രാമത്തെ ലോക്സഭയിലേക്കാണ് 2019 തിരഞ്ഞെടുപ്പ് നടന്നത്? 17. 17ാം ലോക്സഭയുടെ പ്രോടൈം സ്പീക്കർ. 17ാം ലോക്സഭയുടെ പ്രോടൈം സ്പീക്കർ ഡോക്ടർ വീരേന്ദ്രകുമാർ, മധ്യപ്രദേശിൽ നിന്നുള്ള അംഗമാണ്. ലോക സിക്കിൾ സെൽ ദിനം. സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗമില്ലേ, അതായിരിക്കും അല്ലേ? ലോക ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിലാകുന്നു. സിക്കിൾ സെൽ അനീമിയ അല്ലേ, അരിവാൾ രോഗം. അപ്പോൾ അത് ജൂൺ 19 അഭയാർത്ഥി ദിനത്തിൻ്റെ തൊട്ട് മുമ്പാണെന്ന് ഓർത്തിരിക്കുക. ലോക സിക്കിൾ സെൽ ദിനം ജൂൺ 19. ഏത് വർഷമാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ചൈനയെ കടക്കുമെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്? ഏത് വർഷമാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ, ഇപ്പം ചൈനയല്ലേ ഫസ്റ്റ്, ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ചൈനയെ മറികടക്കും എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്? 2027 കൂടിയാണ് കേട്ടോ. 2027. ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടി നടത്താൻ ഏത് രാജ്യത്തിനാണ് ഇന്ത്യ $15 മില്യൺ സഹായം നൽകുന്നത്? ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടി നടത്താൻ ഏത് രാജ്യത്തിനാണ് ഇന്ത്യ $15 മില്യൺ സഹായം കൊടുക്കുന്നത്? നൈജറിനാണ്. നൈജർ. സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ദിനം. സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ദിനം ജൂൺ 18. ജൂൺ 18. സിക്കിൾ സെൽ ദിനം ജൂൺ 19. അഭയാർത്ഥി ദിനം ജൂൺ 20. സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ദിനം ജൂൺ 18. പാകിസ്ഥാനിലെ ISIയുടെ പുതിയ തലവൻ. പാകിസ്ഥാനിലെ ISIയുടെ പുതിയ തലവൻ ഫയസ് ഹമീദാണ്. പാകിസ്ഥാൻ്റെ ചാരസംഘടനയല്ലേ ISI. അപ്പോൾ അതിൻ്റെ തലവൻ ഫയസ് ഹമീദ്. പാകിസ്ഥാനിലെ ISIയുടെ പുതിയ തലവനാണ് ഫയസ് ഹമീദ്. മരുവൽക്കരണത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ലോകദിനം. മരുവൽക്കരണത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ലോകദിനമാണ് ജൂൺ 17. മരുവൽക്കരണത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ലോകദിനമാണ് ജൂൺ 17. 17 പഠിച്ചു, 18 പഠിച്ചു, 19 പഠിച്ചു, 20 പഠിച്ചു അല്ലേ? ഓക്കെ. 17 എന്താണ്? മരുവൽക്കരണം, അതിനെ പ്രതിരോധിക്കുക. 18 എന്താണ്? സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി. 19 എന്താണ്? സിക്കിൾ സെൽ അനീമിയ. 20 എന്താണ്? 20 ലോക അഭയാർത്ഥി ദിനം. 21 നമുക്കറിയാം. ലോക സംഗീത ദിനം എന്നാ? ജൂൺ 21. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെതർ സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയത് അതായി കാണിച്ചിരിക്കുന്നത് കണ്ടോ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെതർ സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടത് എവറസ്റ്റിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെതർ സ്റ്റേഷൻ എവറസ്റ്റ്. പസഫിക് ഇന്റർനാഷണൽ ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് ജേതാവ്. പസഫിക് ഇന്റർനാഷണൽ ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് നേതാവ് പീറ്റർ ഗിൽക്രിസ്റ്റ് ആണ്. പസഫിക് ഇന്റർനാഷണൽ ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് പീറ്റർ ഗിൽക്രിസ്റ്റ്.
ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ അംബാസഡർ ഫോർ കൺസൈൻസ് പുരസ്കാരം ആർക്കാ കിട്ടിയേ? ഗ്രെറ്റ തുൻബർഗിനാണ്. ഒന്നുകൂടെ ഞാൻ വായിക്കാതെ കേട്ടോ. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ അംബാസിഡർ ഫോർ കൺസൈൻസ് പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഗ്രേറ്റ തുൻബർഗിനാണ്. ഗ്രേറ്റ തുൻബർഗ്. ഈയിടെ അന്തരിച്ച പ്രശസ്തനായ കന്നഡ സാഹിത്യകാരൻ ഗിരീഷ് കർണാട്. ഈയിടെ അന്തരിച്ച പ്രശസ്ത കന്നഡ സാഹിത്യകാരനാണ് ആര്? ഗിരീഷ് കർണാട്. ഗിരീഷ് കർണാട്. ഈയിടെ അന്തരിച്ച പ്രശസ്ത പഞ്ചവാദ്യ കലാകാരൻ അന്നമട പരമേശ്വരൻ മാരാർ. അന്നമട പരമേശ്വരൻ മാരാർ ഒക്കെ നിങ്ങളൊന്ന് വായിച്ചേക്കണേ. ഷാങ്ഹായി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച കലാമൂല്യമുള്ള പുരസ്കാരം നേടിയ വെയിൽ മരങ്ങൾ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു അല്ലേ? ഷാങ്ഹായി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച കലാമൂല്യമുള്ള കലാമൂല്യത്തിനുള്ള പുരസ്കാരം നേടിയ വെയിൽ മരങ്ങൾ എന്ന സിനിമയ്ക്ക് സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ്. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. കെ രാഹുലൻ അവാർഡിന് അർഹനായ സംസ്ഥാന മന്ത്രി. കെ രാഹുലൻ അവാർഡ് കിട്ടിയത് VS സുനിൽകുമാറിനാണ്. കെ രാഹുലൻ അവാർഡിന് അർഹനായ സംസ്ഥാന മന്ത്രിയാണ് VS സുനിൽകുമാർ. ഇപ്പോഴത്തെ കൃഷിമന്ത്രി, നമ്മുടെ കേരളത്തിലെ കൃഷിമന്ത്രി VS സുനിൽകുമാർ. എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 2. എന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്? ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണെന്നറിയോ? 2019 ജൂലൈ 15 ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ജൂലൈ 22. ജൂലൈ 15 പിന്നെ മാറ്റി വെക്കലായിരുന്നു. ജൂലൈ 22 വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. 2019 ജൂലൈ 22. ജൂലൈ 22. 15 എഴുതല്ലേ കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ്. ശ്രീലങ്കയുടെ ആദ്യത്തെ ഉപഗ്രഹം രാവണ 1 ആണ്. ശ്രീലങ്കയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് രാവണ 1. സഹകരണ മേഖലയിലെ ആദ്യത്തെ 3 സ്റ്റാർ ഹോട്ടൽ ദി ടെറസ്. സഹകരണ മേഖലയിലെ ആദ്യത്തെ 3 സ്റ്റാർ ഹോട്ടലാണ് ദി ടെറസ്. ഈയിടെ വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ആണ്. യുവരാജ് സിംഗ്. ഫ്രഞ്ച് ഓപ്പണിൽ 12ാം കിരീടം നേടിയത് റാഫേൽ നദാലാണ്. ഫ്രഞ്ച് ഓപ്പണിൽ 12ാം കിരീടം നേടിയത് അല്ലേ? 12ാം കിരീടം നേടിയത് റാഫേൽ നദാൽ, സ്പെയിൻകാരൻ. റാഫേൽ നദാൽ സ്പെയിൻകാരനാണ്. ഇപ്രാവശ്യത്തെ വനിതാ ഫ്രഞ്ച് ഓപ്പൺ ജേതാവ്, ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച്, വിംബിൾഡൺ, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അതിന് വേണ്ടി തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. 2019ഉം 2020ഉം കൂടെ കൂട്ടിച്ചേർത്ത് കേട്ടോ. ഇപ്രാവശ്യത്തെ വനിതാ ഫ്രഞ്ച് ഓപ്പൺ ജേതാവ് 2019 കേട്ടോ. ആഷ്ലി ബാർട്ടെ. കേരള നിയമസഭയുടെ പുതിയ ചീഫ് വിപ്പാണ് കെ രാജൻ. കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് കെ രാജനാണ്. CPI നേതാവാണ്. സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് TJS ജോർജ്. 1 ലക്ഷം രൂപയാണ്. അപ്പം കേസരി പുരസ്കാരം, സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് TJS ജോർജ് ആണ്. 1 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത്. രാജിവെച്ച RBI ഡെപ്യൂട്ടി ഗവർണർ വിരാൽ ആചാര്യ. രാജിവെച്ച RBI ഡെപ്യൂട്ടി ഗവർണർ വിരാൽ ആചാര്യ. രാജ്യത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാൻ കഴിയുന്ന പദ്ധതിയാണ് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ഓഫ്. രാജ്യത്ത് എവിടെ നിന്നും, അതായത് രാജ്യത്തെ എവിടെ നിന്നും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റേഷൻ വാങ്ങാം. അതാണ്
രാജ്യത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാൻ കഴിയുന്ന പദ്ധതി ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം നമ്മൾ പഠിച്ചത് ആർദ്ര കേരളം. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരമാണ് ആർദ്ര കേരളം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അംഗമായ റെക്കോർഡ് ഇന്ദ്രജിത്ത് ഗുപ്ത. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അംഗമായ റെക്കോർഡ് ആരുടെ പേരിലാണ്? ഇന്ദ്രജിത്ത് ഗുപ്തയുടെ പേരിലാണ്. 11 പ്രാവശ്യം അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. 1919 to 2000 എന്താ എഴുതിയിരിക്കുന്നത് അറിയത്തില്ല. ജനിച്ച കാലഘട്ടമായിരിക്കും. 11 പ്രാവശ്യം വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ഋതു കരുതൽ. പ്രോജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ട് കാണുക. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ഋതു കരുതൽ. ചന്ദ്രയാൻ 2 പ്രോജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2 3 മൊഡ്യൂൾ ഓർബിറ്റർ, ലാൻഡർ, റോവർ. ലാൻഡറിൻ്റെ വേറൊരു പേര് വിക്രം. പിന്നെ റോവർ ആണെങ്കിൽ പ്രയാണല്ല പ്രഗ്യാൻ. പ്രയാണല്ല കേട്ടോ, പ്രഗ്യാനാണ്. പ്രഗ്യാൻ. വിക്രവും പ്രഗ്യാനും. ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചന്ദ്രയാൻ 2 റോവർ, അതാണ് പ്രഗ്യാൻ. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചന്ദ്രയാൻ 2 റോവറാണ് എന്ത്? പ്രഗ്യാൻ എന്ന് പറഞ്ഞത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങാനിരുന്ന ചന്ദ്രയാൻ 2 ലാൻഡറാണ് വിക്രം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങാനിരുന്നാണ് വിക്രം. ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്താനുള്ളതാണ് പ്രഗ്യാൻ അല്ലെങ്കിൽ റോവർ. ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വാട്ടർ ക്ലിനിക്ക് ആരംഭിച്ചത് മധുരയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വാട്ടർ ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം മധുര. 14ാമത് G20 ഉച്ചകോടിയുടെ വേദി ഒസാക്കയാണ്, ജപ്പാൻ. 14ാമത് G20 ഉച്ചകോടിയുടെ വേദിയാണ് ഒസാക്ക, ജപ്പാനിലെ ഒസാക്ക. ജപ്പാനിലെ വെനീസ് എന്നറിയപ്പെടുന്ന ഒസാക്ക അല്ലേ. 14ാമത് G20 ഉച്ചകോടിയുടെ വേദി 2019 ജപ്പാൻ. 2022 G20 ഉച്ചകോടി നടക്കുന്നത് എവിടെയാ? ഇമ്പോർട്ടൻ്റ് ആണ്. 2022 നമ്മുടെ ഇന്ത്യയിലാണ്. 2022 G20 ഉച്ചകോടിയുടെ വേദിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. 2019 യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. യോഗ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. 2019 യോഗാ ദിനം എന്നാൽ ജൂൺ 21. യോഗ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഈയിടെ ഭൗമസൂചക പദവി ലഭിച്ച കോലാപൂരി ചപ്പലുകൾ നിർമ്മിക്കുന്ന സംസ്ഥാനങ്ങൾ. അപ്പോൾ കോലാപൂരി ചപ്പലിന് എന്ത് കിട്ടി? ഭൗമസൂചിക പദവി കിട്ടി 2019. ഏത് സംസ്ഥാനത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? മഹാരാഷ്ട്രയിലും കർണാടകയിലുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മഹാരാഷ്ട്ര, കർണാടക. പിന്നെ ചന്ദ്രയാൻ 2 ലോഞ്ചിങ് വെഹിക്കിൾ. ചന്ദ്രയാൻ 2 ലോഞ്ചിങ് വെഹിക്കിൾ ഏതാ? GSLV മാർക്ക് 3. GSLV മാർക്ക് 3. MK3 എന്നെഴുതി. മാർക്ക് 3 ആണ്. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഏതാണ്? ജൂലൈ 1 കറണ്ട് അഫയേഴ്സാണ് ഇത്രയും. PSC ബുള്ളറ്റിൻ 2019 ജൂലൈ 1. ഇനി നമുക്ക് നോക്കാം 2019 ജൂലൈ 15. ഇനി നമുക്ക് 2019 ജൂലൈ 15. ജൂലൈ 15 ഒന്ന് എടുത്ത് കാണിക്കാം കേട്ടോ, നോക്കിക്കോളൂ. ഇതേണ്ട കണ്ടോ. ഇതിൽ കൊടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. 2019 മിസ് ഇന്ത്യ ആയി തിരഞ്ഞെടുക്കപ്പെട്ട സുമൻ റാവു ഏത് സംസ്ഥാനക്കാരിയാണ്? 2019 മിസ് ഇന്ത്യ ആയി തിരഞ്ഞെടുക്കപ്പെട്ട സുമൻ റാവു ഏത് സംസ്ഥാനക്കാരിയാണ്? നേരത്തെ നമ്മൾ പഠിച്ചതല്ലേ ഉള്ളൂ, രാജസ്ഥാൻ അല്ലേ. രാജസ്ഥാൻ. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഏത് സംസ്ഥാനത്തു നിന്നുള്ള രാജ്യസഭാംഗമാണ്? കേന്ദ്രമന്ത്രി വി മുരളീധരൻ നമ്മുടെ മലയാളിയല്ലേ.
അപ്പോൾ അദ്ദേഹം ഏത് സംസ്ഥാനത്തു നിന്നുള്ളതാണ്? മഹാരാഷ്ട്ര. 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനുടമ ഭോലാനാഥാണ്. 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൻ്റെ ഉടമയാണ് ആര്? ഭോലാനാഥ്. എത്ര വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്? 181 വോട്ടാണ് കിട്ടിയത്. 181 എന്ന് വരച്ചേക്കാം നമുക്ക്. 181 കിട്ടി. ഭോലാനാഥ് ഉത്തർപ്രദേശിലെ മസ്ലി ഷഹർ എന്ന് വായിക്കാം അല്ലേ? ഓക്കെ. 19ാമത് ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് വേദി. 19ാമത് ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് വേദിയായത് ബിഷ്കെക്, കിർഗിസ്ഥാൻ്റെ തലസ്ഥാനം. അപ്പോൾ കിർഗിസ്ഥാൻ്റെ തലസ്ഥാനം ബിഷ്കെക്. അവിടെ വെച്ചാണ് 19ാമത് ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സർക്കാർ എന്തായിട്ട് പ്രഖ്യാപിച്ചു? സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? സുഗതകുമാരി. വാഴുവേലി തറവാട് താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു? അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്. അതെന്ന് എഴുതിക്കോണം, സുഗതകുമാരി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റുകൾ ഏകീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റുകൾ ഏകീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഖാദർ കമ്മിറ്റിയാണ്. ഖാദർ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് മലയത്ത് അപ്പുണ്ണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് മലയത്ത് അപ്പുണ്ണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടിയത് അനൂജ അകത്തൂട്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം 2019 മലയത്ത് അപ്പുണ്ണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം അനൂജ അകത്തൂട്ടിനാണ് കിട്ടിയത്. ഇനി ഈ പേജ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് ശ്രീ നരേന്ദ്രമോദിയാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ ബിഷ്കെക് അല്ലേ? ഒന്നുകൂടെ നോക്കാം പേര് നോക്കിയേ. എന്തായിരുന്നു പേര്? ബിഷ്കെക് കിർഗിസ്ഥാൻ്റെ തലസ്ഥാനം. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് നോക്കുന്നത് നല്ലതല്ലേ? സംസ്ഥാന തൊഴിൽ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണ്? 10.67%. സംസ്ഥാന തൊഴിൽ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് എത്ര ശതമാനം? 10.67%. ഈയിടെ അന്തരിച്ച മുൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റാണ് മുഹമ്മദ് മുർസി. ഈയിടെ അന്തരിച്ച മുൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 6 കൊണ്ട് മാത്രം 100 റൺസ് നേടിയ ആദ്യത്തെ താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 6 കൊണ്ട് മാത്രം 100 റൺസ് കിട്ടിയ ആദ്യത്തെ താരം ഓയിൻ മോർഗൻ. ഇംഗ്ലണ്ടിൻ്റെ ടീം ക്യാപ്റ്റനാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 6 കൊണ്ട് മാത്രം 100 കിട്ടി. വലിയൊരു നേട്ടം അല്ലേ? ഓയിൻ മോർഗനാണ് കേട്ടോ. ഓക്കെ. അണ്ടർ 20 ലോകകപ്പ് ഫുട്ബോൾ കിരീടം. അണ്ടർ 20 ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഉക്രൈൻ. അണ്ടർ 20 ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഉക്രൈനാണ്. 2020 ഒളിമ്പിക്സ് വേദി നമുക്കറിയാം, ജപ്പാനാണ്, ടോക്കിയോ. ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നു കൊടുത്ത ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി. ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നു കൊടുത്ത ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നു കൊടുത്ത. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് രാഹുൽ ഗാന്ധിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് രാഹുൽ ഗാന്ധി. 2019 ദോഹയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത്. 2019 ദോഹയിൽ നടന്ന
ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യമാണ് ബഹ്റൈൻ. 2019 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് ദോഹ. അതിൽ ഏറ്റവും കൂടുതൽ മെഡൽ ബഹ്റൈൻ. ICCയുടെ ആദ്യത്തെ വനിതാ മാച്ച് റഫറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ. ICCയുടെ ആദ്യ വനിതാ മാച്ച് റഫറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ GS ലക്ഷ്മിയാണ്. GS ലക്ഷ്മി. ISROയ്ക്ക് കീഴിൽ പുതുതായി തുടങ്ങുന്ന വാണിജ്യ സ്ഥാപനം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ISROയ്ക്ക് കീഴിൽ പുതുതായി തുടങ്ങുന്ന വാണിജ്യ സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കുപ്പിവെള്ള പദ്ധതി തെളിനീരാണ്. ഈ തെളിനീരിനുള്ള ജലമെടുക്കുന്നത് കരമനയാറ്റിൽ നിന്നാണ്. അതും കൂടെ ഒന്ന് പഠിച്ചേക്കണേ. കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കുപ്പിവെള്ള പദ്ധതിയാണ് തെളിനീര്. തമിഴ്നാടിൻ്റെ സംസ്ഥാന ചിത്രശലഭമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തമിഴ് യമൻ. തമിഴ്നാടിൻ്റെ സംസ്ഥാന ചിത്രശലഭമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തമിഴ് യമനാണ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന പക്ഷി ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആണ്. പ്രാവാണ് തമിഴ്നാടിൻ്റെ ദേശീയ പക്ഷി, പ്രാവാണ് കേട്ടോ. അപ്പം ചിത്രശലഭമാണ് തമിഴ് യമൻ. അതിൻ്റെ ശാസ്ത്രനാമം സിറോകോറ തൈസ്. സിറോകോറ തൈസ്. ഓക്കെ. കനത്ത മഴയെ തുടർന്ന് തകർന്ന തിവാരെ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? കനത്ത മഴയെ തുടർന്ന് തകർന്ന തിവാരെ അണക്കെട്ട് മഹാരാഷ്ട്ര. ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിന് മിൽമ ആരംഭിച്ച മൊബൈൽ ആപ്പ് AM നീഡ്സ്. ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കാൻ മിൽമ ആരംഭിച്ച ഇന്ത്യയിൽ കേരളത്തിൽ മിൽമ വന്ന വർഷം 1980, തിരുവനന്തപുരം ആസ്ഥാനം. അപ്പം മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മിൽമ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? AM നീഡ്സ്. ഇതാണ് AM നീഡ്സ് ആണ്. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച നവീകരിച്ച ആധാർ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ വർഷം തന്നെയാണ് 1947. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച നവീകരിച്ച ആധാർ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1947. ആരുടെ ജന്മദിനമാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ട് ആചരിക്കുന്നത്? ജൂൺ 29 നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവാര PC മെഹാലനോബിസ്. അപ്പോൾ PC മെഹാലനോബിസിൻ്റെ ജന്മദിനം ജൂൺ 29 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വേഗത്തിൽ 20,000 റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ഏറ്റവും വേഗത്തിൽ 20,000 റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗോത്ര ഭാഷകൾ ഡിജിറ്റൽ രൂപത്തിലാക്കിയ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോത്രഭാഷകൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഐക്യരാഷ്ട്രസഭ പബ്ലിക് സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 23. ഐക്യരാഷ്ട്രസഭ പബ്ലിക് സർവീസസ് ദിനമായി ആചരിക്കുന്നത് ജൂൺ 23. അപ്പം ജൂൺ 17 മുതലുള്ള നമ്മൾ നോക്കിയായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഒന്ന് ഓർത്തെടുത്തേക്കണേ കേട്ടോ. ഐക്യരാഷ്ട്രസഭ പബ്ലിക് സർവീസ് ദിനമായി ആചരിക്കുന്നത് ജൂൺ 23. 95 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ എവിടെയാണ് വീണ്ടും ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്? മൂന്നാർ മാട്ടുപ്പെട്ടി. 95 വർഷങ്ങൾക്ക് ശേഷം എവിടെയാണ് വീണ്ടും ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്? മൂന്നാർ മാട്ടുപ്പെട്ടി. 2019 അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ പ്രധാന വേദി 2019 അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ പ്രധാന വേദി റാഞ്ചി, ജാർഖണ്ഡാണ്. ഭൗമസൂചിക പദവി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ചെരുപ്പാണ് കോലാപുരി ചെരുപ്പ്, കർണാടക, മഹാരാഷ്ട്രയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കാനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃയാനം. പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കാനായിട്ട്
കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണെന്ത്? മാതൃയാനം. സ്റ്റീഫൻ ഹോക്കിൻസിനോടുള്ള ആദരസൂചകമായിട്ട് തമോഗർത്തം എന്ന ആലേഖനം ചെയ്ത നാണയം പുറത്തിറക്കിയ രാജ്യം. പ്രസവത്തിന് ശേഷം മാതാവിനെ കുഞ്ഞിനെ അത് പഠിക്കണേ. മാതൃഗാനമാണ് കേട്ടോ. കേരള സർക്കാർ തിരിച്ചു വീട്ടിൽ കൊണ്ടുവിടും. അപ്പോൾ അതാണ് മാതൃഗാനം. സ്റ്റീഫൻ ഹോക്കിൻസിനോടുള്ള ആദരസൂചകമായിട്ട് തമോഗർത്തം ആലേഖനം ചെയ്ത നാണയം പുറത്തിറക്കിയത് UK ആണ്, ബ്രിട്ടൻ. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ആദ്യമായിട്ട് പരുത്തിച്ചെടി മുളപ്പിച്ചത് ആരായിരിക്കും? ചൈനയാണ് കേട്ടോ. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ആദ്യമായിട്ട് പരുത്തിച്ചെടി മുളപ്പിച്ചെടുത്തു ചൈന. ലോകത്തിലെ ആദ്യത്തെ പൊങ്ങിക്കിടക്കുന്ന ആണവ നിലയമായ അക്കാദമിക് ലോമോണോസോവ് നിർമ്മിച്ച രാജ്യം. ലോകത്തിലെ ആദ്യത്തെ പൊങ്ങിക്കിടക്കുന്ന ആണവ നിലയമായ അക്കാദമിക് ലോമോണോസേവ് നിർമ്മിച്ചത് റഷ്യ. 2019 ഫിഫ വനിതാ ലോകകപ്പിൻ്റെ വേദി. 2019 ഫിഫ വനിതാ ലോകകപ്പ് ഫ്രാൻസിലാണ്. 2019 ഫിഫ വനിതാ ലോകകപ്പിൻ്റെ വേദിയാണ് ഫ്രാൻസ്. 2020 G20 ഉച്ചകോടിയുടെ വേദി. 2020 G20 ഉച്ചകോടിയുടെ വേദി റിയാദ്, സൗദി അറേബ്യ. 2020 2020 19 അല്ലല്ലോ അല്ലേ? 2020 2020 G20 ഉച്ചകോടിയുടെ വേദി റിയാദ്, സൗദി അറേബ്യ. 2019 എന്ന് പറഞ്ഞത് മാറ്റിയേക്കണേ. മൊത്തത്തിൽ പറഞ്ഞു പോകുന്നതാണ്. നാക്ക് ചതിക്കുന്നതാണ് കേട്ടോ. നോക്കാവിന്. ചേതൻ ശർമ്മയ്ക്ക് ശേഷം ലോകകപ്പിൽ ഹാട്രിക്ക് നേടിയ ഇന്ത്യക്കാർ. ചേതൻ ശർമ്മയ്ക്ക് ശേഷം ലോകകപ്പിൽ ഹാട്രിക്ക് നേടിയത് മുഹമ്മദ് ഷമിക്കാണ്. മുഹമ്മദ് ഷമി. ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഫെർണാണ്ടോ ടോറസ് ഏത് രാജ്യക്കാരനാണ്? ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഫെർണാണ്ടോ ടോറസ് സ്പെയിൻ. ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഫെർണാണ്ടോ ടോറസ് ഏത് രാജ്യക്കാരനാണ്? സ്പെയിൻ. ലോകബാങ്കിൻ്റെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡേവിഡ് മൽപാസ്? 13ാമത്തെ. ലോകബാങ്കിൻ്റെ 13ാമത്തെ പ്രസിഡന്റാണ് ആര്? ഡേവിഡ് മൽപാസ്. US-ൻ്റെ പുതിയ പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പർ ആണ്. US-ൻ്റെ പുതിയ അതൊക്കെ മാറുമോ നോക്കണം കേട്ടോ. അത് പോട്ടെ. അടുത്തിടെ 100 രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ നോട്ടുകൾ നിരോധിച്ച രാജ്യം. അടുത്തിടെ 100 രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ നോട്ടുകൾ നിരോധിച്ചത് നേപ്പാളാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകനാണ് ആരാ? ഇഗോർ സ്റ്റിമാച്ച് ആണ്, ക്രൊയേഷ്യക്കാരൻ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകനാണ് ഇഗോർ സ്റ്റിമാച്ച്, ക്രൊയേഷ്യ. ഇഗോർ സ്റ്റിമാച്ച്, ക്രൊയേഷ്യ. 2019 പൊതു തിരഞ്ഞെടുപ്പ് നടക്കാതിരുന്ന ഏക ലോക്സഭാ മണ്ഡലമാണ് വെല്ലൂര്, തമിഴ്നാട്. 2019 പൊതു തിരഞ്ഞെടുപ്പ് നടക്കാതിരുന്ന ഏക ലോക്സഭാ മണ്ഡലമാണ് വെല്ലൂര്, തമിഴ്നാട്. സ്ഥാപിച്ചതിൻ്റെ 125ാം വാർഷികം 2019 ആഘോഷിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. സ്ഥാപിച്ചതിൻ്റെ 125ാമത്തെ വാർഷികം 2019 ആഘോഷിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്ക്. ബാങ്ക് ലയനവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇടാവേ. കേരള ബാങ്കിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കറണ്ട് അഫേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അൺഫിനിഷ്ഡ് എന്ന പുസ്തകം പ്രിയങ്ക ചോപ്രയുടെയാണ്. അൺഫിനിഷ്ഡ് എന്ന പുസ്തകം പ്രിയങ്ക ചോപ്ര. അർദ്ധകുംഭമേള 2019 വേദി പ്രയാഗ്രാജ്. പഴയ പേര് നമുക്കറിയാം, അലഹബാദാണ്. അർദ്ധകുംഭമേള 2019 പ്രയാഗ്രാജിലാണ്. കേന്ദ്രമന്ത്രിസഭയിൽ പുതുതായി രൂപീകരിച്ച വകുപ്പ് ജൽശക്തി. ജൽശക്തി വകുപ്പിൻ്റെ മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അല്ലേ? കേന്ദ്രമന്ത്രിസഭയിൽ പുതുതായി രൂപീകരിച്ച വകുപ്പാണ് ജൽശക്തി. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് തോന്നുന്നല്ലേ. ISO അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ ആണ്. ISO അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ. ഇപ്രാവശ്യത്തെ മലയാറ്റൂർ അവാർഡ് സക്കറിയയ്ക്കാണ് ലഭിച്ചത്. ഇപ്രാവശ്യത്തെ മലയാറ്റൂർ അവാർഡ് സക്കറിയ. ബഷീർ പുരസ്കാരത്തിന് ഈ പ്രാവശ്യം അർഹനായത് മമ്മൂട്ടിയാണ്. ബഷീർ പുരസ്കാരത്തിന് മമ്മൂട്ടി.
ബാറ്ററിയിൽ നിന്നുള്ള ഊർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ക്രൂസ് കപ്പൽ. ബാറ്ററിയിൽ നിന്നുള്ള ഊർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ക്രൂസ് കപ്പലാണ് MS റോൾസ് ആമുണ്ട്സ്. MS റോൾസ് ആമുണ്ട്സ് ബാറ്ററിയിൽ നിന്നുള്ള ഊർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്നു. MS റോൾസ് ആമുണ്ട്സ്. സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സൂചികയിൽ രാജ്യത്തെ ഏറ്റവും മുന്നിലെത്തിയ തലസ്ഥാനം നമ്മുടെ കേരളമാണ്. ഏറ്റവും പുറകിൽ ഉത്തർപ്രദേശാണ്. സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സൂചികയിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കേരളം, പുറകിലാണെങ്കിൽ ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജിയാണ് ജോയിറ്റ മണ്ഡൽ. ജോയിറ്റ മണ്ഡലാണ്. ലോക്സഭയിലെ കോൺഗ്രസ് ചീഫ് വിപ്പായി നിയമിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള MP ആണ്. ലോക്സഭയിലെ കോൺഗ്രസ് ചീഫ് വിപ്പായി നിയമിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള MP ആണ് കൊടിക്കുന്നിൽ സുരേഷ്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമൻ. 1970 ഇന്ദിരാഗാന്ധിയാണ് ലോക്സഭയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച വനിത. രണ്ടാമത്തെ ആളാണ് ആര്? നിർമ്മല സീതാരാമൻ. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോയ്ക്കായിട്ട്. ഇത് മാത്രമല്ല കേട്ടോ, വേറെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫേഴ്സിൻ്റെയും അല്ലാത്തതും. പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ. ജോയിൻ ചെയ്യാത്തവരുണ്ട്, ജോയിൻ ചെയ്തേക്കണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അവിടെ തന്ന ഓപ്ഷനിൽ ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക്